അപ്പൊ ദാ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. മഞ്ജരി ചേച്ചി. ഹായ് പാറു. സൂപ്പർ സ്റ്റാറിന്റെ എല്ലാ പ്രേക്ഷകർക്കും വിനീതമായ നമസ്കാരം. ഓ ഇനി ശബ്ദം കുറച്ച് കുറവുള്ള നമ്മുടെ ശരത് സർ. ഹായ് സർ. അയ്യോടാ. ഷാനിക്ക. ശബ്ദമില്ല മോളെ. എന്ത് പറ്റി? സൂപ്പർ സ്റ്റാർ വരെ എന്നെ നല്ല ചീത്ത വിളിയായിരുന്നു. അതെ, അമൃത ടിവിയുടെയും സൂപ്പർ സ്റ്റാറിന്റെയും എല്ലാ പ്രേക്ഷകർക്കും വിനീതിന്റെ നമസ്കാരം. വിനീതിന്റെയോ? അല്ല, വിനീതമായ നമസ്കാരം. ഓ, ഈ ഊണിലും ഉറക്കത്തിലും പേരായ വിനീതിനെ മാത്രമേ ഉള്ളൂ. എന്നാലും എന്താ പറ്റിയ പെട്ടെന്ന് ശബ്ദം? മോള് നട്ടപ്പായ രാത്രി കിടന്ന് റബ്ബർ തോട്ടത്തോടെ ഓടുമായിരുന്നു 4 ദിവസം, രാവിലെ തൊട്ട് രാത്രി വരെ. അതിൻ്റെതായിരിക്കും. സാരില്ല. സാരില്ല. അപ്പൊ സൂപ്പർ ഓർക്കസ്ട്ര വെൽക്കം ചെയ്യാം. സൂപ്പർ ഓർക്കസ്ട്ര. ബ്യൂട്ടിഫുൾ. ഗുഡ് ഷോ. നിങ്ങളിപ്പോ ഓരോ സോങ്സിന്റെ ഇങ്ങനെ ഒരു ബീജിയുടെ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ കുറെ മെമ്മറീസിലേക്കാ പോകുന്നത്. നിങ്ങളുടെ ഈ ഒരു ഡിസ്കഷൻ എങ്ങനെയാ? പാട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാം, നമ്മൾ ഇന്ന് സൂപ്പർ സ്റ്റാറിൽ ഇത് വായിക്കാം എന്നൊക്കെ. പ്രാക്ടീസിന് വരുന്ന സമയത്ത് ചിലപ്പോൾ ഞങ്ങളുടെ പല ആൾക്കാരുടെ ഉള്ളിലും ഐഡിയ ഉണ്ടാവും ഇന്ന നോക്കാന്ന്. പക്ഷെ നമ്മളത് എല്ലാം നമുക്ക് വായിക്കാൻ പറ്റില്ല. കുറച്ച് ആൾക്കാർക്ക് ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കണം ഒന്ന്. പിന്നെ അത് പോയിട്ട് നമ്മൾ ഈ പഴയ ആൾക്കാരെ മാത്രം കൺസിഡർ ചെയ്താൽ പോരാ. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേരും ഇവർക്ക് നമ്മൾ വായിക്കുന്ന ബീജമൊക്കെ ചിലതൊക്കെ അറിയാത്തതൊക്കെ ഉണ്ടാവും. അപ്പം കോമൺലി എല്ലാവർക്കും പെട്ടെന്ന് സെൻസ് ചെയ്യുന്ന, അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു തീരുമാനം എടുക്കുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ ജഡ്ജസ്, നമുക്ക് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാം. പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് തന്നെ നമുക്ക് ചാലഞ്ച് റൗണ്ടിലേക്ക് പോവാം. ശ്രുതി ചാലഞ്ച് റൗണ്ട്. ഓക്കെ, പാടാൻ വരുന്നു ശിവനന്ദ. ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപദ്മം ജനിമോക്ഷദായകം ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീരാമനാമം പൊരുളായി രാമായണം സ്വരസാന്ദ്രമായി
സാന്ദ്രമാ ഓംകാരധ്വനിയായി അനശ്വര പൊരുളായി രാമായണം സ്വരസാന്ദ്രമാ കവിമുനിയോദിയോ വനമലർ കേട്ടുവോ കിളിമകൾ പാടിയോ നിളയതോ ചൊല്ലിയോ സീതാ കാവ്യം ശുഭകീർത്തനത്തിലുണരുകയായി ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപദ്മം ജനിമോക്ഷദായകം സരയൂ നദി പോൽ തിരയിടുമാത്മാവിൽ ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീരാമനാമം നിർമാല്യ നിറവോടെ നിരുപമ പ്രഭയോടെ കാണാകണം അകതാരിതിൽ നിർമാല്യ നിറവോടെ നിരുപമ പ്രഭയോടെ കാണാകണം അകതാരിതിൽ അമരകിരീടവും രജതരഥങ്ങളും അപരനു നൽകിയ ദശരഥ നന്ദന രാമ രാമ യുഗസ്നേഹമന്ത്രവരമരുളൂ നീ ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപദ്മം ജനിമോക്ഷദായകം സരയൂ നദി പോൽ തിരയിടുമാത്മാവിൽ ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീരാമനാമം ശിവനന്ദ ചേച്ചി എങ്ങനെയുണ്ടായി? ചാലഞ്ച് റൗണ്ടിന് മുന്നേ മരുന്നൊന്നും വാരി കഴിച്ചില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല, ഉറപ്പല്ലേ? ചൂടുവെള്ളം മാത്രമേ കുടിച്ചുള്ളൂ. ചൂടുവെള്ളം മാത്രമേ കുടിച്ചുള്ളൂ കുട്ടി. ഓക്കെ, എങ്ങനെയുണ്ടായി Good ചാലഞ്ച് girl. റൗണ്ട്? കുഴപ്പമില്ലാത്ത രീതിയിൽ പാടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ചോദിക്കാം. ചേച്ചി ശിവനന്ദ മാം, മനോഹരമായിട്ട് പാടി. താങ്ക് യു മാം. ശിവനന്ദയിൽ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എന്തെങ്കിലും പ്രത്യേകിച്ച്? മരുന്ന് നിർത്തിയല്ലോ ചേച്ചി. മരുന്ന് നിർത്തി, അതൊക്കെ. അതല്ലാതെ വേറെന്തെങ്കിലും? വേറെന്താ? ശിവനന്ദ പ്രാക്ടീസ് മരുന്ന് നിർത്തി, തരത്തില് ഞങ്ങൾ മരുന്ന് തുടങ്ങി. 2026 മാറാന്ന് വിചാരിച്ചു. ഗുഡ് ഗേൾ. നല്ലൊരു മാറ്റം തന്നെ. എന്തായാലും നല്ല ഒരു പുതിയൊരു ശിവനന്ദയാണെന്ന് ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയെ കണ്ടു. വെരി ഗുഡ്, സൂപ്പർബ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ തന്നെ. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ പറ്റിയൊരു പാട്ട്. വളരെ സുന്ദരിയായിട്ടുണ്ട് കാണാൻ, നല്ല ഐശ്വര്യമായിട്ട് പാടുകയും ചെയ്തു. എനിക്ക് ഈ പാട്ടില് സ്പെഷ്യലി നമ്മുടെ ശ്രുതി ചാലഞ്ച് റൗണ്ട് ആണല്ലോ, അപ്പൊ അത് ചില സംഗതികൾ മോള് പാടി, അതൊക്കെ പല്ലവിയിലായിപ്പോയി. അത് ആ സംഗതികളെല്ലാം ഈ പറഞ്ഞ മാതിരി ശ്രുതി മാത്രം വെച്ചുകൊണ്ട് കേൾക്കണം എന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ മനോഹരമായിരുന്നു. ശിവനന്ദ ആ ചരണത്തില് ഒരു വരി, അവിടെയാണ് എനിക്ക് തോന്നിയത് ശരിക്കും ഒരു പ്രശ്നമായിട്ട് എടുത്ത് പറയണമെങ്കിൽ അവിടെ അത് വളരെ വ്യക്തമായിരുന്നു. ആ നമ്മുടെ രജത് ഭായിനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു എന്തായിരുന്നു അത്? അമരകിരീടവും
ഓക്കെ 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 ഓക്കെ. രാമ രാമ നന്നായിരുന്നു. താങ്ക് യു. പാടി പോവാണ്. പെട്ടെന്ന് പാടാൻ പറയുമ്പോ എപ്പോഴും പാടാൻ പറയുമ്പോ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് എടുക്കുക. അത് ആരായാലും എപ്പോ പാടുമ്പോഴും ശ്രുതി ചേരണ്ടേ. അതെ. പെട്ടെന്ന് നമ്മൾ തന്നെ ഞെട്ടിപ്പോയി എന്ത് സംഭവിച്ചു എന്ന്. ആ ഒരു സ്ഥലത്താണ് കുറച്ച് വളരെ അധികമായിട്ട് വ്യക്തമായതെന്ന് പറയാം. അല്ലാതെ ബാക്കിയുള്ള വലിയ കുഴപ്പമില്ലാണ്ട് പോയി. ഒരു നല്ല ഒരു എന്താ പറയാ ശബ്ദത്തിനുടമയായി മാറി. ഓക്കെ, നന്നായിരുന്നു മോളെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു ചേച്ചി. എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തണം എന്ന് വിചാരിച്ച കാര്യങ്ങള്? അതായത് കുറച്ചുകൂടി ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. വെരി ഗുഡ്. അങ്ങനെയാണ് ഈ ഫ്ലോറിലേക്ക് വരണം. എന്തായിരുന്നു നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ടിരുന്നത്? അല്ല, ഞാൻ പാടാൻ വരുമ്പോ കിട്ടുവോ അല്ലെ വോയിസ് ഓക്കെ ആയിരിക്കുവോ, സംഗതികൾക്ക് കറക്റ്റ് ആവോ എന്നൊക്കെ വിചാരിച്ചിട്ട് വരിക. പക്ഷെങ്കിൽ ഇനി അതൊന്നും വേണ്ട, എല്ലാം പോസിറ്റീവായിട്ട് കിട്ടും എന്നുള്ള രീതിക്ക് തന്നെ വന്ന് പാടുക. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അല്ല, ഓക്കെ ആയിരിക്കും എന്നുള്ള രീതിക്ക് വരിക എന്നുള്ളതാണ്. വെരി ഗുഡ്. പിന്നെയും ചോദിച്ചാ അല്ല, ഇപ്പൊ അതാണല്ലോ മെയിൻ ആയിട്ട്. പാട്ട് മാത്രമല്ല, അല്ലാണ്ട് വേറെ പിന്നെ ഞാൻ എന്താ പറഞ്ഞാല് പങ്ക്ച്വാലിറ്റി വരുത്തണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെങ്കിൽ അത് നടന്നില്ല. അല്ല, ഞാൻ പൊതുവെ എല്ലാ കാര്യത്തിലും ലേറ്റാ. 10 മണിക്ക് എത്താൻ പറഞ്ഞാൽ ഞാൻ 10:30 എല്ലാം ആകുമ്പോ എത്താം. 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ലേറ്റ് ആവും. വെറുതെ ലേറ്റ് ആവും. അത് സമയം വേറെ പണിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ സമയം മാറ്റിയാ മതിന്ന് കുറച്ചുകൂടെ കൂട്ടി വെച്ചാലും ഞാൻ ലേറ്റ് ആവും. എന്റെ ദൈവമേ. നമുക്ക് ഓരോരുത്തരോടും ചോദിക്കണം. ചെറുപ്പത്തിലേ ഞാൻ അങ്ങനെയായിരുന്നു. റെസൊല്യൂഷൻ എന്താന്നുള്ളത് നമ്മൾ ഓരോരുത്തരോടും ചോദിക്കണം. അതെ 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 അതെ. പക്ഷെ ഞാൻ 1-ാം തീയതി ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ 9 മണിക്ക് എത്താൻ പറഞ്ഞേ. ഞാൻ 2-ാം തീയതി എത്തിയത്. അല്ല, ഞാൻ കറക്റ്റ് ആയിട്ട് എത്താൻ വിചാരിച്ചു. പക്ഷെ നടന്നില്ല. 9:30 എത്താൻ വേണ്ടിട്ട്. എന്നിട്ട് എന്തായി? അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നോ? അവരുണ്ടായിരുന്നു. അതിപ്പം 5 പാട്ട് പാടേണ്ട സ്ഥലത്ത് 2 പാട്ട് പാടി മടങ്ങി വന്നു. ഓ, വെരി ഗുഡ്. അങ്ങനെ നടന്നില്ല. അത് സെറ്റ് ആവും. നമുക്ക് സെറ്റ് ആക്കി എടുക്കണം അത് അല്ലേ? ഓക്കെ ഓക്കേടാ. ശരത് സർ. ശിവനന്ദ, ബ്യൂട്ടിഫുൾ സെലക്ഷൻ, താങ്ക് യു. വണ്ടർഫുൾ. നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു. എനിക്ക് പറയാനുള്ളത് അതിൻ്റെ റൂട്ട്, ആ സ്വരങ്ങൾക്ക് ഏത് നിഷാദമാണ് എന്നുള്ള ഒരു ധാരണ എപ്പോഴും പാടുമ്പോൾ വേണം. ശ്രീരാമനാമം പാടുമ്പോൾ അതിൽ ചില ആകാരങ്ങളൊക്കെ ഇല്ലേ, ആ പാടുന്നതിൽ തന്നെ. അപ്പം ആ നോട്ടിൻ്റെ ക്ലാരിറ്റി, നമ്മൾ വലിയ നിഷാദമാണെങ്കിൽ അത് വലിയ നിഷാദമായിരിക്കണം. അത് ചെറുതായിട്ട് സൗണ്ട് ആവരുത്. അതൊന്ന് ശ്രദ്ധിക്കുക. പാട്ട് നന്നായിട്ട് തന്നെ പാടി. മഞ്ജരി പറഞ്ഞ പോലെ അതായിരുന്നു ഒരു അപകടം പറ്റിയ ഏരിയ. അത് കുഴപ്പമില്ല, അതെല്ലാവർക്കും പറ്റത്തില്ല. അതിലൊരു കാര്യമില്ല. എന്തൊക്കെയാലും പാരസെറ്റാമോള് പോയി നല്ലൊരു മോള് ഇവിടെ തിരിച്ചെത്തി. അതിൽ സന്തോഷം. താങ്ക് യു സർ. അല്ല, സമയത്ത് എത്തണം കേട്ടോ. കാര്യം നമ്മൾ പങ്ക്ച്വൽ ആവണം. നമ്മൾ ഇപ്പം ഇപ്പം എനിക്കിവിടെ 9 മണി ഫ്ലൈറ്റ് ആണെങ്കിൽ ഒരു 8 മണിക്ക് അവിടെ എത്തിയാൽ മതി. ഞാൻ ഒരു 7 മണിക്ക് എത്തും. അവിടെ നിന്ന് നരകിച്ചിട്ടാണ് പോകുന്നത്. കാര്യം എനിക്കതാ ഇഷ്ടം. ഓടിക്കയറി എനിക്കതൊരു ശീലമില്ല. ഫ്ലൈറ്റിലേക്ക് ഓടിക്കയറാനോ? അത് ചുമ്മാ രസത്തിന്, ഫുട്ബോളിൽ നിന്ന് പോകാനേ. അല്ല, നമ്മൾ നേരത്തെ പോയാലേ ഒരു മനസമാധാനം ഉണ്ടാവും എവിടാണെങ്കിലും. അത് നമ്മളെ കാത്തിരിക്കുന്നവരിട്ട് വരയ്ക്കാണ്ട് അതൊരു വലിയ ഇതല്ലേ കേട്ടോ. അപ്പം ഇനി പങ്ക്ച്വലായിരിക്കാം. ഈ വർഷം നല്ല എല്ലാ പ്രോഗ്രാമിനും സമയത്തെത്തി, ഈ ഷൂട്ടിനാണെങ്കിലും സമയത്തെത്തി. നമ്മുടെ ഷാൻ റഹ്മാൻ വരയ്ക്കുന്ന പോലെ വരയ്ക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇപ്പൊ ആരോ കേട്ടോ അതിന് സാലട 1-ാം തീയതി കോളായി. നമുക്കിനി ഒരു വർഷം മൊത്തം ഉണ്ട്. ഓക്കെ ഷാനിക, ആദ്യം അതിന് മറുപടി കൊടുക്കുന്നു അതോ ജഡ്ജ്മെന്റിലേക്കാണോ പോകുന്നത്? തിലകൻ ചേട്ടൻ ജഡ്ജ് ചെയ്ത പോലെ എല്ലാം കഴിച്ചിട്ട് കലണ്ടർ മനോരമ തന്നെ പൂർത്തിയായി. ശിവനന്ദ നന്നായിട്ട് പാടി. നല്ല രസം, നല്ല ക്ലീൻ സിംഗിങ്. എസ്പെഷ്യലി ചരണത്തില് ഓഫ് കോഴ്സ് ആ ഒരു നമ്മുടെ രജിത് ഭായിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് മാത്രം ഒന്ന് പാടി. ബട്ട് അതർവൈസ് ആ ക്ലിക്ക് മാത്രം ഉള്ള ഏരിയസിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ നല്ല ക്ലീൻ സിംഗിങ് ആയിരുന്നു. ഈവൻ ആ സസ്റ്റെയിൻസ് വരെ ക്ലീൻ ആയിരുന്നു. കാരണം ഈ ക്ലിക്ക് മാത്രമുള്ളിടത്ത് സാറിന് സസ്റ്റെയിൻ ടുവേർഡ്സ് ദി എൻഡ് എത്തുമ്പോൾ ചെറിയൊരു വിറയോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടത് കൊളാവും. പക്ഷെ ഇതൊന്നുമില്ല. ആ ക്ലിക്കും ശിവനന്ദയുടെ ബ്യൂട്ടിഫുൾ വോയിസും മാത്രം ക്ലീൻ ആയിരുന്നു അവിടെ കേട്ടോ. അപ്പം അത് കീപ്പപ്പ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ലേറ്റ് ആയത് എനിക്ക് ഒട്ടും
വയ്യായിരുന്നു. എനിക്കും. നമ്മൾ എല്ലാവരും ഇപ്പൊ ഇങ്ങനെയാണ്, സൈഡായി, എല്ലാവരും സൈഡായിട്ടാണുള്ളത്. പാറു, നിന്റെ റെസൊല്യൂഷൻ എന്താ? പ്രത്യേകിച്ച് ഞാനതൊന്ന് പറഞ്ഞു ഷാനിക്ക, പ്രത്യേകിച്ച് ഞാനൊന്നും എടുത്തിട്ടില്ല. ആണോ? നല്ലത്. ഒരു ഒന്നും ഇല്ല, ഒന്നും എടുത്തിട്ടില്ല. കലണ്ടർ ഡേറ്റ് ഒന്ന് മാറ്റിയെന്നല്ലാതെ വേറെ ഇല്ല മാറ്റങ്ങളൊന്നും ഷാനിക്ക, കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ബുക്സ് വായിച്ചു തുടങ്ങണം എന്ന്. എന്നിട്ട് ഞാനത് വായിച്ചത് ഡിസംബറിലായിരുന്നു. അല്ല, പക്ഷെ ഞാൻ വായിച്ചു, ഒരു ബുക്ക് ഫുള്ള് ഡിസംബറിൽ വായിച്ചു തീർത്തു. അപ്പൊ എനിക്കിപ്പോ ഇഷ്ടമായി, റീഡിങ് ഒരു ഇഷ്ടം വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ബുക്സ് ഒക്കെ വായിച്ചു തുടങ്ങണം എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് എടുത്തിട്ടില്ല. ഒരു ബുക്ക് എഴുതാൻ വല്ല പ്ലാൻ ഉണ്ടോ? ഇല്ല ചേച്ചി. ഷാനിക്കയുടെ റെസൊല്യൂഷൻ, കാരണം ഞാനൊരു ഇൻസ്റ്റാ പോസ്റ്റ് കണ്ടു. ഷാനിക്കായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളവർക്ക് ഭയങ്കര ഒരു ഹാർട്ട് ടച്ചിങ് ആയിരുന്നു അതൊക്കെ. ഞാൻ ഫുൾ അത് വായിച്ചു. എന്താണ് ഷാനിക്കയുടെ 2025 ഷാനിക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ ന്യൂ ഇയർ എന്തെങ്കിലും റെസൊല്യൂഷൻസ് ഉണ്ടോ? 2025 എനിക്ക് അത്ര ഒരു നല്ലൊരു വർഷം ആയിരുന്നില്ല. കാരണം കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായി എനിക്ക്. കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു അത്ര നല്ല വർഷം ആയിരുന്നില്ല. കരിയർ വൈസ് അല്ല ഞാൻ പറയണത്, മറ്റ് ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം 2025 ഞാൻ ആക്ച്വലി മറക്കാൻ ശ്രമിക്കുന്ന ഒരു വർഷമാണ്. പക്ഷെ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരു പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ അനുഭവങ്ങളാണ്. ഇതൊക്കെ നമ്മള് ചിലപ്പോ ഇതിലും വലുതെന്തോ, ഞാൻ അങ്ങനെയാണ് ആലോചിക്കണേ, ചിലപ്പോ ഇതിലും വലുതെന്തോ വരാനിരുന്നത് നമ്മളെ ഇങ്ങനെ ഒരു പാഠം നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോഴും നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, മാക്സിമം പോസിറ്റീവായിട്ട് നിൽക്കുക. എനിക്കൊന്ന് ആ പോസ്റ്റിൽ ഞാൻ അങ്ങനെയാണ് തോന്നുന്നു എഴുതിയിട്ട്, പോസിറ്റീവായിട്ട് നിൽക്കുക. ഈ വരുന്ന നെഗറ്റീവ് ഫാക്ടേഴ്സ് നമ്മൾ ഒന്തിത്തള്ളി അങ്ങോട്ട് മാറ്റുക. പിന്നെ ഞാൻ എടുത്ത ഏറ്റവും വലിയൊരു തീരുമാനം ഡിജിറ്റൽ ഡീടോക്സ് ആണ്. മാക്സിമം ഈ ഇൻസ്റ്റാ, ഫേസ്ബുക്ക് ഇതൊന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക. അല്ലെങ്കിൽ പറ്റുമെങ്കിൽ അതൊക്കെ വേറൊരു ടീമിനെ ഏൽപ്പിക്കുക. അങ്ങനെയുള്ള ആ സാധനങ്ങളൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മളെ വർക്ക് വട്ടെവർ ഇറ്റ് ഈസ്, ഇപ്പം മ്യൂസിക് കമ്പോസിങ് എങ്കിൽ അത്, ആക്ടിങ് എങ്കിൽ അത്, അതിൽ നമ്മൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ബാക്കി നെഗറ്റിവിറ്റി നമ്മൾ എടുത്ത് ദൂരെ കളയുക. അതുകൊണ്ട് ഒന്നും ആർക്കും ഒരു ഗുണമില്ല, നമുക്ക് ദോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് മാനേജ് ചെയ്യാൻ പഠിക്കുക, അതാണ്. അല്ല, ആ പോസ്റ്റ് വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷം കിട്ടി. ലൈക്ക് അത് ഷാനിക്ക നമ്മളോടൊക്കെ കൂടെ പറയുന്ന പോലെയാണ് അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പാറു ഷാനാണെന്ന് വിചാരിച്ചിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒന്ന് മെസ്സേജ് വിടരുത്, അത് ഷാനല്ല. ഓക്കെ, അപ്പൊ ഇനി മാർക്സ് ചോദിക്കാം. ശരത് സർ. എന്താ പാറു? സർ, ശിവനന്ദയുടെ മാർക്ക് 8.9. താങ്ക് യു സർ. ഷാനിക്ക. ശിവനന്ദ 9. ചേച്ചി. പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പല്ല് തേക്കാത്തോണ്ട് പറയുന്നില്ല. എഴുതി ചുരുട്ടി കുടത്തിലിട്ടിട്ടുണ്ട്. ഓക്കെ, സോ ടോട്ടൽ 17.9. സൂപ്പർ. ഓക്കേടാ. ഓക്കെ ജഡ്ജസ്, നമുക്ക് അടുത്തത് ഒരു ഡ്യുവറ്റ് പെർഫോമൻസിലേക്ക് പോവാം. രണ്ടുപേര് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം തേജസ് ആൻഡ് അർച്ചന. ദിൽറുബായിനി സംഗമോത്സവം, ഓ ദിൽറുബായിനി സംഗമോത്സവം, നിന്റെ അഴകിലേ അഗ്നിരേഖയിൽ വീഴുവാൻ വരും
ശലഭമാണു ഞാൻ. ഓ ബാദശാ ഇത് സ്വർഗ സംഗമം. ഓ ബാദശാ ഇത് സ്വർഗ സംഗമം. നിശാഗന്ധി പൂത്തുലഞ്ഞു നീലാവിൻ്റെ കൂടൊരുങ്ങി ഇന്നല്ലയോ രതിപാർവണം. നിശാഗന്ധി പൂത്തുലഞ്ഞു നീലാവിന്റെ കൂടൊരുങ്ങി ഇന്നല്ലയോ രതിപാർവണം. ഓ അരികത്ത് നീ വരുമ്പോൾ തുളുമ്പുന്നു ദാഹപാത്രം. അനശ്വരമീ വസന്തം മരഘമെന്നാത്മദാം. മധുമധുരിമയായ മനം ദിൽറുബാ. ഓ ദിൽറുബാ ഇനി സംഗമോത്സവം. ഓ ബാദശാ ഇത് സ്വർഗ സംഗമം. എടുക്കുമ്പോൾ ആയിരങ്ങൾ തൊടുക്കുമ്പോൾ ആയിരങ്ങൾ മലരമ്പുകൾ പുളകങ്ങളായി. എടുക്കുമ്പോൾ ആയിരങ്ങൾ തൊടുക്കുമ്പോൾ ആയിരങ്ങൾ മലരമ്പുകൾ പുളകങ്ങളായി. ഒരിക്കലും മായുകില്ലേ അനവധ്യ മോഹരാത്രി. ഒരിക്കലും മായുകില്ലേ അനവധ്യ മോഹരാത്രി. പാൽക്കടലലയായി മനം ബാദുഷാ. ഓ ദിൽറുബാ ഇനി സംഗമോത്സവം. ബാദുഷാ ഇത് സ്വർഗ സംഗമം. നിന്റെ അഴകിലെ അഗ്നിരേഖയിൽ വീഴുവാൻ വരും ശലഭമാടും ഞാൻ. അടിപൊളി. ആഹാ. ഗുഡ് ഗുഡ് ഗുഡ്. തേജസ് ദുർജാട്ടായിരുന്നു. തേജസ്, യെസ് അർച്ചന, ഹലോ. സൂപ്പർ. എന്തായിരുന്നു നീ എന്താ ഒരു ചാട്ടമൊക്കെ? ചാടേണ്ടി വന്നു. എടാ കുറച്ച് ഉറക്കെ സംസാരിക്കും. ചാടണല്ലോ. വളരെ ഇവന് വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പാറു പറഞ്ഞത്, ഉറക്കെ സംസാരിക്കുന്നു. അതെ. അല്ലേ അർച്ചനക്കെ പാടുമ്പോ കൈയൊക്കെ എടുത്ത് പാടാം. തേജസ്സിന് വാളായതുകൊണ്ട് മര്യാദക്ക് അങ്ങ് പറ്റുന്നില്ലായിരുന്നു. ആളെങ്ങാനും വലിയ പുറത്തേക്ക് പാടാ. എടുത്തു കഴിഞ്ഞാല് കണ്ണുകുത്തിയാലോ. അല്ലേലും പാറു ഈ വേദിയിൽ വാള് വെക്കാനും പറ്റത്തില്ല. ഓ നോ. Yeah, yeah, you're Let's right. go to mermaid. ഷാനിക്ക കുഴപ്പമില്ല. ഇരിക്കണം. അയ്യോ ദേ നമ്മുടെ ഫ്ലോറിൽ തീവ്രവാദികൾ അവിടെ ഇരിക്കുന്നു. അയ്യോ ഇവരെ ശരിയാണ്. ഓടിച്ചിട്ടില്ലേ? ഇവരാരാ? അല്ല ആരൊക്കെയാണെന്ന് ജഡ്ജസിന് മനസ്സിലായോ? ആ ഫസ്റ്റ് തീവ്രവാദി ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. ഈ തീവ്രവാദി ഏതായിരിക്കും? മനസ്സിലായോ? ഷാഹുൽ അല്ലേ?
അല്ല അല്ല ഷാഹുലല്ല. ഷാഹുലല്ല. അല്ലത് ശരി, ഷാഹുലല്ലേ അല്ലേ? ഷാഹുൽ ഓടി രക്ഷപ്പെട്ടു. അപ്പൊ ആരാ മുഖം കാണിച്ചേ? മാഷേ ഒരു ഭാവിയുണ്ട്. ഈശ്വര. എന്റെ രാഹുലാണ്. മാഷേ. ഓക്കെ, തീവ്രവാദി നമ്പർ 2 പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. അത് നോക്കട്ടെ, നിക്ക് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇതാരായിരിക്കും? സതീഷാണോ? സതീഷ് നിങ്ങക്ക് മനസ്സിലായില്ലേ? മറ്റേ ഗോവിന്ദ്. മനസ്സിലായില്ല കേട്ടോ. സൂപ്പർ ആയിരുന്നു കേട്ടോ. ഞങ്ങള് വിചാരിച്ചു ഇവിടുത്തെ ഡാൻസ് ടീമിലുള്ള 2 ഡാൻസേഴ്സ് ആയിരിക്കും. അത്ര നല്ല ആക്ടിങ് ആയിരുന്നു. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് പെർഫോമൻസ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ഓക്കെ, ഷാനിക്ക. തേജസ്, അർച്ചന സർ. അടിപൊളിയായിരുന്നു. ഈ പാട്ട് ആരൊക്കെ ഈ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ടോ എല്ലാവരും സ്കോർ ചെയ്തിട്ടേ ഉള്ളൂ. ഭയങ്കര രസമാണിത്. കാരണം ഈ പറയുന്ന പോലെ ഈ ആക്റ്റും സംഭവങ്ങളൊക്കെ ഭയങ്കര രസത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എനിക്ക് തേജസിൻ്റെത് ആകെ എനിക്ക് തോന്നിയത് ലെവൽ കുറവായിരുന്നു. അതുകൊണ്ട് കുറേ ഭാഗത്ത് എന്താണ് പാടുന്നതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഒരു മഫിൾഡ് ആയിട്ടുള്ളൊരു സിംഗിങ്. അർച്ചന നന്നായിട്ട് തന്നെ പാടും. അടിപൊളിയായിട്ട്. ഈ പടം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് സർ. ഞാൻ കണ്ടിട്ടില്ല സാർ. എടാ ഇതൊക്കെ കാണടാ. ഇത് കണ്ടിട്ടില്ല. അഴകരാണ് ഭയങ്കര രസമുള്ളതാണ്. കല്യാണം പാലുകാച്ചൽ, പാലുകാച്ചൽ കല്യാണം, കല്യാണം പാലുകാച്ചൽ. എന്തോരം കാര്യങ്ങളുണ്ട് ഇതിനകത്ത് വേറൊരു ഹിറ്റ് സോങ് ഉണ്ട്. ഏതാണെന്നറിയാം? പ്രണയമണി തൂവൽ. അത് തന്നെ. യെസ്, വേറൊരെണ്ണുണ്ട്. അത് തന്നെ. എന്താണ് പാട്ട്? ഒന്നുമില്ല. വിദ്യാജിയുടെ ഒരു ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ളൊരു കമ്പോസിഷൻ. ടുൻ 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 ടുൻ. ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിന്റെ പിക്ചറൈസേഷനും ഒന്നും പറയാനില്ല. നന്നായിട്ട് തന്നെ പാടി രണ്ടുപേരും. പിന്നെ ആ ഹോൾ ആക്ട് ഭയങ്കര രസമായിരുന്നു. തീവ്രവാദികളും ഷാഹുലും എല്ലാവരും കൂടെ പൊളിച്ച് നല്ല രസമുണ്ട്. രണ്ടുപേരും അവിടെ ഇരിക്കുന്നതാണ്. പിന്നെ അവസാനത്തെ തേജസിന്റെ ചാട്ടം, അതായത് തീവ്രവാദികളും പോയി, എല്ലാവരും പോയി കഴിഞ്ഞു. എന്തിനായിരുന്നു ആ ചാട്ടം? ഒരു സുഖം. ഒരു സുഖമല്ലേ? തീവ്രവാദികളും പോയി, പാട്ടും കഴിഞ്ഞു, ഇനിയിപ്പോ എന്തോ ആവാലോ. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. അതുപോലെ. പക്ഷെ രസമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ. ഉഗ്രം പാട്ടടാ. ഒരു നിവൃത്തിയില്ലാത്ത പാട്ട്. അത് ഞാൻ നമ്മുടെ വിദ്യാഭ്യാസം എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു അസാധ്യ കോമ്പസിഷൻ. പിന്നെ പാടിയേക്കുന്നത് ഒരു സിംഹവും ഒരു പുലിക്കുട്ടി. പറയേണ്ട കാര്യമുണ്ടോ? ഉഗ്രം കോമ്പസിഷൻ. നിങ്ങൾ നന്നായിട്ട് തന്നെ പാടി. പിന്നെ ഈ അഗ്നിരേഖയിൽ അതൊക്കെ ശരിയാവണം. പിന്നെ ലാസ്റ്റ് ഓക്കെയാ, നമുക്ക് എപ്പോൾ പാടിയാലും അത് കൃത്യമായിരിക്കണം കേട്ടോ. നീ ഒരു നല്ല പാട്ടുകാരനാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. എന്താണ് നിശ? നിശാഗന്ധി. പിന്നെ ഈ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട ആ ലൈൻ അതൊന്ന് നന്നാക്കാം, ഒന്ന് പാടാമോ? വരികത്ത് നീ വരുമ്പോൾ വരുമ്പോൾ അരികത്ത് നീ വരുമ്പോൾ ചകരെ വറും നാ കേൾക്കുന്നു. വരുമ്പോൾ തുളുമ്പുന്നു ദാഹപാത്രം. അതൊക്കെ കുറച്ചും കൂടെ ഫീൽ ചെയ്ത് പാടാം. പിന്നെ അനശ്വരമി, അത് കമോൺ എവരിബഡി അല്ലേ, അത് ആ സംഗതിക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ആവും. അതൊന്ന് പാടാമോ? നൈസ്. അവിടെ ഇട്ട് കുലിക്കിയാൽ അതങ്ങ് നശിക്കും, അതിൻ്റെ ഒരു ബ്യൂട്ടി പോവും. പിന്നെ വീഴുവാൻ വരും, അത് കമോൺ എവരിബഡി അല്ലേ. അതെന്തൊരു വീഴ്ചയത്? ഒന്ന് നേരെ ചെവ്വേ വീഴൂ. എന്തൊക്കെയാണ് വീഴുന്നു, അത് ഐശ്വര്യമായിട്ട് വീഴും. ശലഭമാടു എന്നാ കേൾക്കുന്ന എനിക്ക്. ഗുഡ് മതി. ഇല്ല, അത്രേ ഉള്ളൂ. കാര്യം ഇത്
കാര്യം നമ്മൾ ഈ പാട്ടൊക്കെ ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കയറിയിരുന്ന് നമ്മളെ ശല്യപ്പെടുത്തും. അങ്ങനൊരു പാട്ടാണിത്. വിദ്യാണ്ണാച്ചിയുടെ മനോഹരമായിട്ടുള്ള കോമ്പസിഷൻ നിങ്ങൾ നന്നായിട്ട് തന്നെ പാടി. ഇതും കൂടെ ഒക്കെ ശ്രദ്ധിച്ചാൽ എക്സൽ ചെയ്യാം, അതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നിങ്ങൾ പാടിയ ബോറൊന്നുമല്ല, ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി തേജസ്, Yes, ma'am. അർച്ചന, നല്ല സോങ് സെലക്ഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓ ദിൽറുബ എന്ന് പറഞ്ഞ പാട്ട് ഏറ്റവും കൂടുതൽ ജനകീയമാവുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സൂപ്പർ സ്റ്റാറിൻ്റെ വേദിയിൽ സംഗീത് പാടിയപ്പോഴാണ്. തുടക്കത്തിൽ ഏറ്റവും ആദ്യം ഒരു റിയാലിറ്റി ഷോയിൽ ഈ ഒരു പാട്ട് പ്രസൻറ്റ് ചെയ്ത് ഞാൻ കേൾക്കുന്നത് സംഗീത് പാടിയിട്ടാണ്. അപ്പം ആ സമയത്താണ് ഈ ഒരു സോങ് പല വേദികളിലും പിന്നെ എല്ലാവരും എടുത്ത് പാടാൻ തുടങ്ങിയത്. അപ്പം സത്യം പറഞ്ഞാൽ ഇതൊരു സൂപ്പർ സ്റ്റാറിൻ്റെ പാട്ടാണ്. ഇന്ന് നിങ്ങൾ ഈ ഡ്യുവറ്റായിട്ട് തന്നെ ഇവിടെ പെർഫോം ചെയ്തു. അർച്ചനയ്ക്ക് വയ്യ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷെ എന്നിട്ടും അർച്ചന ഭംഗിയായിട്ട് പാടി. തേജസ്, Yes, ma'am. തേജസിൽ നിന്നും ഞാൻ ഹരിജിയുടെ സോങ്സ് ഒക്കെ പൊതുവെ ഒരു പെർഫെക്ഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, അസലായി പാടുന്നുണ്ട്, പക്ഷെ ശബ്ദം അധികം പുറത്തു വരുന്നില്ല. ഞങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് തേജസിന്റെ സംസാരിക്കുമ്പോഴായാലും പാടുമ്പോഴും ശബ്ദത്തിന്റെ ലെവല് കുറവാ മോനെ. അത് നമ്മളുടെ പെരുമാറ്റത്തിൽ നമ്മളെപ്പോഴും എന്താണ് വിനയം എന്നുള്ളത് വേണം. സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ശബ്ദം വേണം, പാട്ട് പാടുമ്പോഴും കുറച്ചുകൂടി ആ ത്രോ കൊണ്ടുവരണം. ഓക്കെ, ഇത് മൊത്തത്തിൽ മോനിങ്ങനെ ഒതുങ്ങിപ്പോയി ആ പാട്ടിനകത്ത്. അതാണ് സാറ് പറഞ്ഞത്, ആ സംഗതികളൊക്കെ പാടുമ്പോൾ ഈസി ആയിട്ട് പാടാൻ പറ്റുകയും ചെയ്യും. പക്ഷെ എന്തോ ഒരു പ്രശ്നം ഇങ്ങനെ കിടന്ന് അലട്ടുന്നുണ്ട്, ഒരു ചമ്മലോ എന്തോ ഒരു സംഭവം, അത് മാറ്റിയെടുക്കണം. എനിക്ക് അതാ തോന്നിയത് ഈ ത്രൂ ഔട്ട് ദ സോങ്. അർച്ചനയ്ക്ക് തീരെ വയ്യെങ്കിലും അർച്ചനയുടെ ശബ്ദമുണ്ട്, അർച്ചന പാടുന്നുണ്ട്, അർച്ചന നന്നായി പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ വയ്യായികയിൽ നിന്നുമൊക്കെ എന്തൊക്കെയോ ദൈവാനുഗ്രഹം കൊണ്ടാണ് അർച്ചന രക്ഷപ്പെട്ടത്. വെരി ഗുഡ്. എസ്പെഷ്യലി ആ തുടക്കത്തിലെ ഡാൻസും എല്ലാം ചെയ്ത് ഗംഭീരായിരുന്നു. ദൈവം അനുഗ്രഹിച്ചു ഇന്ന്. നന്നായി പാടി മോള്. അതേപോലെ തേജസിന്റെ ഈ ആക്റ്റും ശരിക്കും പറഞ്ഞാൽ ആ ലാസ്റ്റിൽ ആ തുള്ളിച്ചാടിയപ്പോഴത്തേക്കാണ് ശരിക്കും ഇവര് പറഞ്ഞ തേജസ് ഇവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലായത്. അപ്പം ഈ നേരത്തെ തുള്ളിച്ചാടിയപ്പോൾ നമുക്കൊരു എനർജി ഫീൽ ചെയ്തു. ആ എനർജി വേണം പാടുമ്പോൾ. അതൊന്ന് ശ്രദ്ധിച്ച് കുറച്ചുകൂടി ഒരു പവർ കൊണ്ടുവരണം. ഓക്കെ, എന്തായാലും ഗംഭീരായി. രണ്ടുപേരും നന്നായി തന്നെ പ്രസന്റ് ചെയ്തു. എനിക്ക് തോന്നി കുറച്ചുകൂടി ഒരു എനർജി ആവാമായിരുന്നു തേജസിന്റെ ഭാഗത്ത്. മോള് അർച്ചന നന്നായി പാടി. വയ്യായിക ഉണ്ടെങ്കിലും ഇറ്റ് വാസ് വെരി ഗുഡ്. ഗോഡ് ബ്ലെസ്. ഷാനിക്ക, നമ്മുടെ ജൂനിയറിലെ ഓർക്കുന്നുണ്ടോ? അനുഷ്ക പാട്ട് കഴിഞ്ഞതും പറഞ്ഞത് എനിക്ക് ഇവനെ വെട്ടിക്കൊല്ലണം എന്ന് പറഞ്ഞത്. എന്നിട്ട് അനുഷ്ക വെട്ടി അവൻ മരിച്ചു വീണ നമ്മൾ ഓർക്കുന്നു. തീർച്ചയായിട്ടും നമുക്കതൊന്ന് റീക്രിയേറ്റ് ചെയ്യണ്ടേ? നമ്മുടെ seniors ന്. ഇവിടെ മരണങ്ങൾ സംഭവിച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ കറക്റ്റ് ഓർമ്മയുണ്ട്. അപ്പൊ നമുക്കതൊന്ന് റീക്രിയേറ്റ് ചെയ്യാം. ഒരു മിനിറ്റ്, വാളെടുക്കൂ. വെയിറ്റ്. നമ്മുടെ കോറസ് പാടിയവർക്കും കൂടി ഒരു വലിയൊരു കൈയടി. നന്നായി പാടി എല്ലാവരും. ഓക്കെ, കുത്തിക്കൊന്നേ ഒന്നും നോക്കണം. കൊലപാതകം കഴിഞ്ഞു. എടാ നീ മരിക്കാൻ പോവാ, ചിരിക്കല്ലേ. അതെ, അപ്പോഴെങ്കിലും ഒന്ന് വാവിട്ട് കരയണേ. തേജസ് മരണം മുന്നിൽ കാണുന്നുണ്ട്. അതാ നിനക്ക് മാറും. ഇപ്പൊ വെട്ടും ബാബു കാലില. വെരി ഗുഡ്. എന്നിട്ട് അവൻ ചിരിക്കുക. നന്നായിട്ടുണ്ട്. എടാ എവിടെ വെട്ടി നീ? ഇതെന്താ വാഴയാണോ വെട്ടിയത്? കറക്റ്റ്. വാഴ വെട്ടിട്ട് ഒരു കൊല താഴെ വീണ പോലെ ഉണ്ട്. ഏതുപോലെ എന്നിട്ട് ഞാൻ എണീറ്റ് ഉദ്ദേശിച്ചത് അൺഎക്സ്പെക്ടഡ് വെട്ടാണ്. ഇയാൾ പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. സ്കില്ല് കാണിച്ചത് നീ വാളും പിടിച്ചിട്ട് 2 റൗണ്ട് അടിക്കുമ്പോ അവൻ പ്രതീക്ഷിക്കാൻ പാടില്ല, കൊല്ലുന്നു. സർ വെട്ടൊന്നും പ്രതീക്ഷിക്കില്ലല്ലോ. ഇല്ലല്ലേ? എവിടെ വെട്ടിയ? പിന്നെ വാളുണ്ട്, തടവാൻ പോയതാണോ നീ? വാഴ വെട്ടിയിട്ട പോലെ ആ ഞങ്ങള് കാണാം. ഇത് ഇവള് വെട്ടിയത് നമ്മൾ ആരെങ്കിലും കണ്ടോ? ഞാൻ കണ്ടില്ല. ആ അതാ മര്യാദക്ക് വെട്ടി. അതെ. തിരിഞ്ഞു നോക്കിയത് നീ എന്തോ ഓന്തോ ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നത്. ഓന്തങ്ങനെ എനിക്ക് ഇഷ്ടമായത് എന്താന്ന് പറയാ, അർച്ചന വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിട്ട് ഓക്കെ അല്ലേ
ഇവൻ ചത്തിട്ടേ കഴിഞ്ഞു വന്നു. അവന് ചോദിക്കുന്നത് ചത്തത് ഓക്കെ ആണോ എന്ന്. രണ്ടും കണക്കാ. നമുക്ക് മാർക്ക് കൊടുത്ത് പറഞ്ഞു വിടാം അല്ലേ? ഇല്ല കുഴപ്പമില്ല, നന്നായിരുന്നു. ഓക്കെ ശരത് സർ, യെസ്. നമുക്ക് ആദ്യം തേജസിന്റെ മാർക്ക്. തേജസ് യെസ് സർ. 8.7. താങ്ക് യു സർ. തേജസ് 8.6. താങ്ക് യു സർ. തേജസിന്റെ മാർക്ക് ഞാൻ എഴുതി കഴിഞ്ഞു. ഓക്കെ, പിന്നെ കുടത്തിലിടാം. പിന്നെ ഇടാം. ഓക്കെ, സോ ടോട്ടൽ 17.3. താങ്ക് യു. ഓക്കെ, ഇനി അർച്ചനയുടെ മാർക്ക്. സർ, യെസ്. അർച്ചനയ്ക്ക് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. 8.7. താങ്ക് യു സർ. ഷാനിക്ക. 8.7. ഷാനിക്ക. അർച്ചനയുടെ മാർക്കും ഞാൻ എഴുതി കഴിഞ്ഞു. രണ്ടും എഴുതിയ സ്ഥിതിക്ക് അത് നമുക്ക് ഇങ്ങനെ മടക്കി ഗാനക്കുടത്തിൽ കുടത്തിലേക്ക് ഇടാം. മറക്കണ്ട, സമയമില്ല. ഓക്കെ, സോ ടോട്ടൽ 17.4 and 17.3. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്ത് നമുക്ക് വീണ്ടും ശ്രുതി ചാലഞ്ച് റൗണ്ടിലേക്ക്